ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന അമേരിക്കയുടെ മുട്ട് ഇപ്പോൾ ഇടിക്കുകയാണ്. യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോറ്റു പിന്മാറുമെന്ന് അമേരിക്ക വിചാരിച്ചുവെങ്കിലും അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. റഡാർ സംവിധാനങ്ങളെയും മിസൈൽ പ്രതിരോധത്തെയും എല്ലാം പറ്റിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ നീക്കത്തിൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ നിശബ്ദമാക്കിയ ഇറാന്റെ ഈ കടന്നുകയറ്റം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിന്റെ നട്ടലായി അറിയപ്പെടുന്ന കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിങ്ങിന് നേരെ ഒരു ഇറാനിയൻ പോർ വിമാനം ഇരിച്ചു കയറിയപ്പോൾ തകർക്കപ്പെട്ടത് മണൽപ്പരപ്പിലെ വെറും ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്ക അറിയാതെ ഒന്നും അനങ്ങാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് തകർക്കപ്പെട്ടത്. അതുവരെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ സകല ആത്മവിശ്വാസങ്ങളും ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയുടെ ആകാശസീമകളിൽ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നിരുന്ന അമേരിക്കൻ വ്യോമ മേൽക്കോമയാണ് ഇതോടെ കനത്ത വിള്ളൽ വീണിരിക്കുന്നത്. 1950കളിൽ കൊറിയൻ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഒരു ശത്രുരാജ്യത്തിന്റെ ഫിക്സഡ് വിംഗ് പോർ വിമാനം ഒരു പ്രമുഖ അമേരിക്കൻ സൈനിക താവളത്തിന് മുകളിൽ മരണത്തിന്റെ നിഴൽ വീഴ്ത്തുമ്പോൾ അത് ലോക സൈനിക അക്കാദമികൾക്ക് നൽകുന്നത് യുദ്ധതന്ത്രങ്ങളിലെ പുതിയൊരു പാഠമാണ്. ഭൂമിയുടെ വളവിനെ റഡാറുകളിൽ നിന്ന് മറയാക്കുന്ന റഡാർ ഹൊറൈസൺ എന്ന സാങ്കേതിക ദൗർബല്യത്തെ അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്തി സമുദ്രനിരപ്പിനോട് ചേർന്ന് അതിവേഗത്തിൽ പറന്നാണ് ഈ ഇറാനിയൻ വിമാനം ലക്ഷ്യം കണ്ടത്. പാട്രിയറ്റ് മിസൈലുകളുടെ പ്രതിരോധ വലയങ്ങളെ നിഷ്പ്രഭമാക്കിയ ഈ നീക്കം ഹൈടെക് ആയുധങ്ങളെക്കാൾ അസിമെട്രിക് വാർഫെയർ അഥവാ അപ്രതീക്ഷിത യുദ്ധമുറകൾക്കുള്ള പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൈസ കൗസർ എന്ന വിമാനമാണ് ഈ ചരിത്രപരമായ ദൗത്യത്തിന് പിന്നിലെന്നത് സംഭവത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുകയാണ്. കേവലം ഒരു താവളത്തിന് നേരെയുള്ള ആക്രമണം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ നാളത്തെ യുദ്ധതന്ത്രങ്ങൾ ഇനി എങ്ങനെയായിരിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുകയാണ്. അതിനൊപ്പം ഇസ്രയേലും ഉൾപ്പെടുന്ന സഖ്യങ്ങൾ ഈ മേഖലയിൽ സൈനിക സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് ഉയർന്ന ഒരു യുദ്ധവിമാനം പേർഷ്യൻ ഗൾഫ് കടന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് സാധ്യമാക്കിയത് റഡാർ ഹൊറൈസൺ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ഭൗതിക പരിമിതിയെ ചൂഷണം ചെയ്തതിലൂടെയാണ്. ഭൂമിയുടെ വളവ് കാരണം വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ലക്ഷ്യങ്ങളെ ദൂരത്തിൽ നിന്ന് റഡാറിൽ കണ്ടെത്താൻ പ്രയാസമാണ്. കൂടാതെ ഹോർമസ് കടലെടുക്ക് ചുറ്റിപ്പറ്റിയുള്ള സംഘർഷാവസ്ഥയും കൂടുതൽ രൂക്ഷമാകുകയാണ്. ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഈ കടലിടുക്കിലുണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഏറ്റവും വലിയ പാഠം ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മുമ്പ് ഹൈടെക് ആയുധങ്ങളും വൻ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധഫലത്തെ നിർണ്ണയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ, കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ, താഴ്ന്ന ഉയരത്തിലുള്ള സ്മാർട്ട് തന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനം ശക്തമായ സൈനിക ശക്തിയേക്കാൾ വലിയൊരു വെല്ലുവിളിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് യുദ്ധമുഖങ്ങളിൽ.